നോക്കൂ, ഇവിടെ കെ സുധാകരനോട് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കാട്ടിയിരുന്ന അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വലിയ വഞ്ചനയാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നേരത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാനുള്ളൊരു നീക്കം, ആ നീക്കം ഉണ്ടായപ്പോൾ അന്ന് കെ സുധാകരനോട് പറഞ്ഞു എന്ന് കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളോടും അല്ലെങ്കിൽ കെ സുധാകരനുമായി അടുപ്പമുള്ള അദ്ദേഹത്തിൻ്റെ വക്താക്കളൊക്കെ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത് രാഹുൽ ഗാന്ധി നേരിട്ട് നൽകിയ ഉറപ്പാണെന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നൊക്കെ രാഹുൽ ഗാന്ധി നേരിട്ട് നൽകിയ ഉറപ്പാണെന്നാണ് പറയുന്നത്. അത് സുധാകരൻ തന്നെ പറയുന്നതാണ്, അങ്ങനെ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനുവേണ്ടിയാണ് സുധാകരൻ നിൽക്കുന്നത്. അപ്പോൾ അന്ന് നൽകിയ ഉറപ്പ് എവിടെ? അതാണ് സുധാകരൻ ചോദിക്കുന്നത്. അന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന്, അപ്പോൾ ഇപ്പോഴെന്തുകൊണ്ട് ഞാൻ മത്സരിക്കേണ്ട? ഇപ്പോഴെവിടുന്നാണ് MP-മാർ മത്സരിച്ചാൽ വിഷയമുണ്ടാകും, മറ്റുള്ളവരുടെ പ്രാതിനിധ്യം എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നം ഉണ്ടാകുന്നത്? അതാണ് സുധാകരൻ്റെ ചോദ്യം. സുധാകരൻ ഇത്രയും കടുംപിടുത്തം പിടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. കാരണം ഒരുപക്ഷെ സുധാകരനെ അന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു നീക്കം സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലായിരുന്നു. പക്ഷേ സുധാകരനെ അന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ആവശ്യമായിരുന്നു. നമുക്കൊക്കെ അറിയാലോ, എല്ലാ ദിവസവും അടിയായിരുന്നു. ഒരു പത്രസമ്മേളനം പോലും മര്യാദയ്ക്ക് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും ഒരുമിച്ചിരുന്ന് നടത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ സുധാകരൻ എത്രയും പെട്ടെന്ന് മാറ്റണം, സുധാകരൻ വലിയ പ്രശ്നമാണ്, സുധാകരന് ബോധമില്ല, സുധാകരൻ പറയുന്നതൊക്കെ അബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പ്രചരണമാണ് അദ്ദേഹത്തിനെതിരെ. അദ്ദേഹത്തിന് ആരാണോ PCC അധ്യക്ഷനാക്കാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണം നടത്തിയത് അവർ തന്നെ പിന്നീട് സുധാകരനെതിരെ വന്നു. അങ്ങനെ സുധാകരനെ മാറ്റുമ്പോൾ അന്ന് കൊടുത്ത ഉറപ്പാണ്. അപ്പോൾ സുധാകരൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നതാണ്, നിങ്ങൾ അന്ന് നൽകിയ ഉറപ്പ് ഇവിടെ. അപ്പോൾ അത് നൽകാൻ തയ്യാറില്ല. കാരണം സുധാകരൻ മത്സരിച്ച് വിജയിച്ചാൽ മന്ത്രിയാക്കണം, അപ്പോൾ സുധാകരനെ മന്ത്രിയാക്കാൻ താല്പര്യമില്ല, അപ്പോൾ സുധാകരനെ വെട്ടണം. അപ്പോൾ ആ വെട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുധാകരനെ മെരുക്കുക അത്ര എളുപ്പമൊന്നുമല്ല. നാളെ സുധാകരൻ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം സ്ഫോടനാത്മകമായിരിക്കും, ഒരു സംശയവും വേണ്ട.